ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ ഇടപെടുന്നില്ലെന്നാരോപിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ ബിജെപിയുടെ പ്രതിഷേധം. റവന്യൂ വകുപ്പിൽ അഴിമതി വെച്ചു പൊറുപ്പിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ. സ്വന്തം വീട്ടുമുറ്റം പോലെ ഓരോരുത്തരും തങ്ങളുടെ റോഡിനെ പരിപാലിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇടതുപക്ഷ മേലങ്കി അണിഞ്ഞു നടക്കുന്നവർ ബ്രൂവറിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് കെ കെ രമ MLA. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണെന്ന് ശിവസേന. റെയിൽവേ ബജറ്റ് കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ ഇടപെടുന്നില്ലെന്നാരോപിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ ബിജെപി പ്രതിഷേധം. മന്ത്രി ഉദ്ഘാടകനായെത്തിയ വേദിക്ക് സമീപമാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം 3 ആഴ്ച പിന്നിടുമ്പോൾ സമരം ശക്തമാക്കുകയാണ് ബിജെപി. ഇടത് അധ്യാപക സംഘടനയുടെ പൂർവാധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യാൻ കണ്ടംകുളം ജൂബിലി ഹാളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയപ്പോഴായിരുന്നു ബിജെപിയുടെ പ്രതിഷേധം. കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുകൂടി മെഡിക്കൽ കോളേജിലെ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ മന്ത്രി ഇടപെടുന്നില്ലെന്നാണ് ബിജെപിയുടെ ആരോപണം. ജൂബിലി ഹാളിന് മുന്നിൽ ബിജെപി പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധ പരിപാടിയിൽ എം രാജീവ് കുമാർ, PA ശ്യാമപ്രസാദ്, പ്രവീൺ തളിയിൽ, P രതീഷ്, ഷിനു പിന്നാണത്ത്, C സാബുലാൽ, പ്രകാശൻ, ഗിരീഷ് P മേലെടുത്ത്, വിജിത്ത് ബേപ്പൂർ, രജീഷ് വിരുപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആയിരക്കണക്കിന് രോഗികൾ മരുന്ന് ലഭിക്കാതെ നെട്ടോട്ടമോടുമ്പോൾ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന പരമ്പര നടത്തുകയാണെന്ന് ബിജെപി നേതാവ് പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. ഈ സമരം തുടരും. മന്ത്രി കോഴിക്കോട് നിലനിർത്തി മരുന്ന് കൊടുക്കാതെ, അവർക്ക് ഡോ കൊടുക്കാതെ ഈ സമരം ഞങ്ങൾ പുറകോകില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റവന്യൂ വകുപ്പിൽ അഴിമതി വച്ചു പൊറുപ്പിക്കില്ലെന്നും കൈക്കൂലി കേസുകളിൽ പിടിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. റവന്യൂ മേഖല അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വില്ലേജ് തല ജനകീയ സമിതി മുതൽ വില്ലേജിലെ സാധാരണ പ്രവർത്തകർക്കുള്ള, സാധാരണ ജീവനക്കാർക്കുള്ള പ്രത്യേക ട്രെയിനിങ് ജില്ലകളിൽ നടപ്പിലാക്കി കേരളത്തിൽ റവന്യൂ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളെ ഏറ്റവും വേഗതയിൽ ജീവനക്കാർക്ക് പഠിപ്പിക്കാനും അത് കരഗതമാക്കാനുമുള്ള പരിപാടിയും റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട്. അന്തിമമായ ലക്ഷ്യം 2026 ജനുവരി കേരളത്തിലൊരു പ്രോപ്പർട്ടി കാർഡ് കൊണ്ടുവരിക എന്നതാണ്. നമുക്ക് ATM കാർഡ് പോലെ അവരവരുടെ ഭൂമിയിൽ നിലനിൽക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ, ഭൂമിയിലുള്ള കെട്ടിടത്തിന്റെ വിസ്തീർണം, അതിനടയ്ക്കുന്ന ടാക്സ്, അതിന്റെ തരം, അതിന്റെ സ്വഭാവം, ഇങ്ങനെ ഭൂമിയിലെ എല്ലാ മറ്റ് കുറിച്ച് നയങ്ങളും ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുന്ന എല്ലാതിൻ്റെയും വിശദാംശങ്ങൾ
ഒറ്റ കാർഡിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രോപ്പർട്ടി കാർഡ് എന്ന ആശയം കേരളത്തിൻ്റെ മുമ്പാകെ വയ്ക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ വേഗതയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശക്തമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നതിനുമാണ് 3 മേഖലകളിലായി ഈ ക്യാമ്പുകൾ നിശ്ചയിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വന്തം വീട്ടുമുറ്റം പോലെ ഓരോരുത്തരും തങ്ങളുടെ റോഡിനെ പരിപാലിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കാക്കൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ മഞ്ഞളാംകണ്ടി ചാലങ്കോട്ടുമല റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാക്കൂർ ഗ്രാമപഞ്ചായത്തിലെ രാമല്ലൂരിൽ നിർമ്മാണം പൂർത്തിയായ മഞ്ഞളംകണ്ടി ചാലങ്കോട്ട് മല റോഡ് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സ് മുഖാന്തരം 1.20 കോടി രൂപയുടെ 3 റോഡുകളും MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 48 ലക്ഷം രൂപ ചിലവഴിച്ച് 5 റോഡുകളും തദ്ദേശ റോഡ് പദ്ധതി പ്രകാരം 1.05 കോടി രൂപയുടെ 7 റോഡുകളും കാക്കൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയതായി മന്ത്രി വ്യക്തമാക്കി. സ്വന്തം വീട്ടുമുറ്റം പോലെ ഓരോരുത്തരും തങ്ങളുടെ റോഡിനെ പരിപാലിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനങ്ങൾ നൽകുന്ന നികുതിയായി നൽകുന്ന ഓരോ കാശും ജനങ്ങളുടെ ക്ഷേമത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനകീയ വികസന നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അതിവേഗം നടന്നെടുക്കുകയാണ്. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM ഷാജി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷാജി മംഗലശ്ശേരി, ഒ രാമചന്ദ്രൻ, ഹരിദാസക്കുറുപ്പ്, രവീന്ദ്രൻ വളപ്പിൽ, KK കൃഷ്ണൻകുട്ടി, C ശിവാനന്ദൻ, PK ഷാജി, CM അംബിക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷ മേലങ്കി അണിഞ്ഞ് നടക്കുന്നവർ ബ്രൂവറിക്ക് അനുകൂലമായ തീരുമാനമെടുക്കരുതെന്ന് KK രമ MLA. പ്ലാച്ചിമട സമരനായിക മൈലമ്മയുടെ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പാലക്കാട് തന്നെ ബ്രൂവറി തുടങ്ങുന്നതിന് പിന്നിൽ ചില പ്രത്യേക അജണ്ടകളുണ്ടെന്ന് KK രമ MLA പറഞ്ഞു. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമയ്ക്ക് KK രമ മൈലമ്മ പുരസ്കാരം സമ്മാനിച്ചു. PV ചന്ദ്രൻ പ്രശസ്തി പത്രം കൈമാറി. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മൈലമ്മ ഫൗണ്ടേഷൻ ചെയർമാൻ രാമദാസ് കതിരൂർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നടക്കുന്ന സമരങ്ങൾക്ക് മൈലമ്മ ഫൗണ്ടേഷൻ എല്ലാ പിന്തുണയും നൽകുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ജനകീയ ഭരണകൂടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുമെങ്കിലും അവരെന്ത് ന്യായീകരണം പറഞ്ഞാലും നമ്മുടെ ഭൂഗർഭ ജലത്തെ ഊറ്റിയെടുത്തുകൊണ്ട് കർഷകരുടെ കാർഷിക മേഖലയെ തകർത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാക്കുന്ന ജലചൂഷണത്തിന്റെയും പ്രതീകമായി മാറാൻ സാധ്യതയുള്ള പുതിയ ബ്രൂവറി ഡിസ്റ്റിലറിക്കെതിരെയുള്ള തദ്ദേശവാസികൾ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ സമരത്തിൽ മൈലമ്മ ഫൗണ്ടേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശം മൈലമ്മയുടെ അനുസ്മരണ വേദിയിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ P അനിൽ, പരിസ്ഥിതി പ്രവർത്തക സുമ പള്ളിപ്രം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ കായംകുളം യൂനുസ്, UK കുമാരൻ, മാരിയപ്പൻ നീലിപ്പാറ, ഡോക്ടർ K മൊയ്തു, ശിവദാസൻ പുല്ലാഞ്ഞോളി, ആറുമുഖൻ പത്തിച്ചിറ, സൗമി മട്ടന്നൂർ, MK ശശീന്ദ്രൻ, പള്ളിയൻ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന 45ാമത് ഫ്ലവർ ഷോ ഫെബ്രുവരി 6 മുതൽ 16 വരെ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ നടക്കും. ഫ്ലവർ ഷോയുടെ വിളംബരമായി പുഷ്പാലങ്കൃത വാഹന ഘോഷയാത്ര ഫെബ്രുവരി 5 വൈകിട്ട് നഗരത്തിൽ സംഘടിപ്പിക്കും. കുട്ടികളുടെ ഫ്ലവർ പ്രിൻസസ് ആൻഡ് പ്രിൻസ് എല്ലാ വർഷവും വളരെ ആകർഷണീയമായിട്ട് നടക്കാറുള്ള ഒരു ചടങ്ങാണത്, ഒരു മത്സരമാണത്. ധാരാളം പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. കൊച്ചുകുട്ടികളാണ് അത് അവതരിപ്പിക്കുന്നത്. കാലിക്കറ്റ് ഫ്ലവർ ഷോയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റാളുകളും വിവിധ നഴ്സറികളുടെ സ്റ്റാളുകളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വളങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും സ്റ്റാളുകളും ഒരുക്കും. പുഷ്പപ്രേമികൾക്കായി ഷോ ഗ്രൗണ്ടിൽ 16,000 സ്ക്വയർ ഫീറ്റിൽ പൂന്തോട്ടവും ബോൺസായി, ഓർക്കിഡ് തുടങ്ങിയ ചെടികളും സജ്ജമാക്കും. കൃത്രിമമായി നിർമ്മിക്കുന്ന അക്വാസ്കേപ്പിംഗ്, 3000 സ്ക്വയർ ഫീറ്റിൽ വെജിറ്റബിൾ ഗാർഡൻ, വ്യക്തിഗത പുഷ്പങ്ങളുടെയും ചെടികളുടെയും ശേഖരങ്ങൾ എന്നിവയും ഷോയുടെ പ്രത്യേകതയാണ്. ഗാർഹിക വ്യാപാര സ്ഥാപനങ്ങളുടെ പൂന്തോട്ട മത്സരങ്ങളും ഷോ ഗ്രൗണ്ടിൽ വിവിധയിന മത്സരങ്ങളും നടക്കും. എല്ലാ ദിവസവും കലാപരിപാടികളും കുടുംബശ്രീ മിഷന്റെ ഭക്ഷണങ്ങളുടെ ഫുഡ് കോർട്ടും കമേഴ്ഷ്യൽ സ്റ്റാളുകളും സജ്ജമാക്കും. ഫ്ലവർ ഷോയുടെ വിളംബരമറിയിച്ചുകൊണ്ട് ഫെബ്രുവരി 5 ഗാന്ധി പാർക്കിൽ നിന്നും മറൈൻ ഗ്രൗണ്ട് വരെ പുഷ്പാലങ്കൃത വാഹന ഘോഷയാത്രയും സംഘടിപ്പിക്കും. ഫെബ്രുവരി 6 മുതൽ 16 വരെയാണ് കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിൽ കാലിക്കറ്റ് ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി കൺവീനർ അഡ്വക്കേറ്റ് എം രാജൻ, സെക്രട്ടറി സുന്ദർ രാജുലുജി, ട്രഷറർ KB ജയാനന്ദ്, P കിഷൻ ചന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളടങ്ങിയ പ്രോപ്പർട്ടി കാർഡ് 2026 ആദ്യം നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റവന്യൂ മേഖലാതല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ മേഖലാതല അവലോകന യോഗം കോഴിക്കോട്ട് ചേർന്നു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി 1.45 ലക്ഷം പട്ടയം കൂടി നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 10 വർഷത്തെ സർക്കാർ ഭരണത്തിന്റെ സമ്മാനമായി 5 ലക്ഷം പട്ടയങ്ങൾ നൽകാൻ സാധിക്കണമെന്ന് സർക്കാരിന്റെ നയപ്രഖ്യാപന സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. റവന്യൂ വകുപ്പിന് കീഴിലെ എല്ലാ സേവനങ്ങളും സ്മാർട്ടാക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 2026 ജനുവരി ആകുമ്പോഴേക്കും ATM കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടർ സീതാറാം സാംബശിവറാവു, റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീത തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ അവലോകനമാണ് കോഴിക്കോട്ട് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റെയിൽവേ ബജറ്റ് കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിക്കുന്നതാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് പുനഃസ്ഥാപിക്കണമെന്നും ദേശീയ വർക്കിംഗ് ചെയർമാൻ C ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച പൊതു ബജറ്റിൽ റെയിൽവേക്കായി മാറ്റിവെച്ച തുക നിരാശയുളവാക്കുന്നതും കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതുമാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ C ചാക്കുണ്ണി, കേരള റീജിയൻ കൺവീനർ A ശിവശങ്കരൻ, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ തീവണ്ടി യാത്ര ഏറെ ദുഷ്കരമായ സാഹചര്യത്തിൽ തീവണ്ടി യാത്രാ മേഖലയിലെ ദുരിതം പരിഹരിക്കുന്നതിനും റെയിൽവേ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കുമായി റെയിൽവേക്ക് മാത്രമായി പ്രത്യേകമുണ്ടായിരുന്ന ബജറ്റ് പുനഃസ്ഥാപിക്കാൻ കേരള സർക്കാരും ജനപ്രതിനിധികളും യാത്രാ സംഘടനകളും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. അത്രയും യാത്രാക്ലേശമാണ് തീവണ്ടി യാത്രക്കാർ കേരളത്തിലും പ്രത്യേകിച്ചും മലബാറിലും അനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളം ഒറ്റക്കെട്ടായിരുന്നു ബഡ്ജറ്റ് ചർച്ചാവേളയിലും അതിനുശേഷവും കേന്ദ്ര സർക്കാരിലും റെയിൽവേ മന്ത്രാലയത്തിലും യോജിച്ച് സമ്മർദ്ദം ചെലുത്തി
നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഫെബ്രുവരി 9 കൊൽക്കത്തയിൽ ചേരുന്ന ദേശീയ യോഗത്തിൽ ഭാവി പരിപാടികൾക്ക് രൂപം നൽകുമെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫെബ്രുവരി 6 14 ജില്ലാ കേന്ദ്രങ്ങളിലും പരിവാർ കേരള ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തുമെന്ന് കോഴിക്കോട് ജില്ലാ പരിവാർ. കളക്ടറേറ്റ് പരിസരത്ത് നടത്തുന്ന പരിപാടിയിൽ ബൗദ്ധിക ഭിന്നശേഷിക്കാരും രക്ഷിതാക്കളും പങ്കെടുക്കും. നമുക്ക് സർക്കാരിൽ നിന്ന് പല കാര്യങ്ങളും, അതായത് തൊഴിൽ സംവരണം അടക്കം, പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് നിലനിൽക്കുന്ന PSC പരീക്ഷയുടെ രീതിയിൽ 4% 40% തൊഴിൽ സംവരണം നൽകിയാലും ഒരു ഗുണമില്ലാത്തൊരവസ്ഥയാണ്. അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ 4% തൊഴിൽ സംവരണം എന്നൊക്കെ പറയും. അതൊക്കെ കൊണ്ടുപോകുന്നത് മറ്റ് ഭിന്നശേഷിക്കാർ. ആശ്വാസ കിരണം പദ്ധതി കാര്യക്ഷമമാക്കുക, ക്ഷേമ പെൻഷൻ നൽകുക, വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന കടുത്ത വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിലും ശാസ്ത്രീയ ജീവിതവും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭിന്നശേഷിക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും കോഴിക്കോട് ജില്ലാ പരിവാർ ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 6 കളക്ടറേറ്റ് പരിസരത്ത് നടക്കുന്ന ശ്രദ്ധ ക്ഷണിക്കൽ ധർണയിൽ ഓട്ടിസം, മസ്തിഷ്ക തളർവാദം, ബുദ്ധിപരിമിതി എന്നിവ അനുഭവിക്കുന്നവരും രക്ഷിതാക്കളും പങ്കെടുക്കും. ഞങ്ങളെ ദീർഘനാളായി ഉയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഓരോ തവണയും ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തുമ്പോൾ ഇതൊക്കെ പരിഹരിക്കും, ചേർത്ത് പിടിക്കും എന്നൊക്കെ ഇടയ്ക്കിടെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കൽ ഞങ്ങളാരും വേണ്ടതുപോലെ കാണുന്നില്ല, അനുഭവിക്കുന്നില്ല എന്നതാണ് സത്യം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അനിരുദ്ധൻ KP, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CK ബാബു, ദേശീയ നിർവാഹക സമിതി അംഗം പ്രൊഫസർ K കോയട്ടി, ജില്ലാ ട്രഷറർ KP അൻവർ സാദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് മുഴുവൻ അധ്യാപകർക്കും ജീവനക്കാർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തണമെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KATF ജില്ലാ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സമ്മേളനം താമരശ്ശേരിയിൽ നടന്നു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന സമീപനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന DA കുടിശ്ശിക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും പുതിയ ശമ്പള കമ്മീഷനെ നിയമിച്ച് ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ അലി അഹമ്മദ് അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസം സംസ്കരണത്തിന് എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി 20 മുതൽ 22 വരെ തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തു. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT അയ്യൂബ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. KATF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ റഷീദ് അൽ ഖാസിമി പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PK അബ്ദുൽ ഹക്കീം, ജില്ലാ സെക്രട്ടറി റഫീഖ് MK, ജില്ലാ ട്രഷറർ I സൽമാൻ തുടങ്ങിയവരും സംസാരിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഭാരവാഹികൾക്ക് സമ്മേളനത്തിൽ യാത്രയയപ്പ് നൽകി. വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി ഷാജഹാൻ അലി അഹമ്മദ്, നൂറുദ്ദീൻ കാന്തപുരം, മുഹമ്മദ് അലി പേരാമ്പ്ര എന്നിവരെ തിരഞ്ഞെടുത്തു. വനിതാ വിംഗ് ചെയർപേഴ്സണായി റംല C ബാലുശ്ശേരിയും, കൺവീനറായി വൈറുനിസ MP മുക്കവും, ട്രഷററായി ഷമീന UA താമരശ്ശേരിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധന രോഗികൾക്ക് സഹായങ്ങൾ വിതരണം ചെയ്തു. ധനസഹായം, ഭക്ഷ്യക്കിറ്റ്, നാപ്കിനുകൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. ട്രസ്റ്റ് സാരഥികളും അംഗങ്ങളും പങ്കെടുത്തു.
കുറ്റിക്കാട്ടൂർ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി സാമൂഹ്യ പ്രവർത്തകൻ KK മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗിക്കുള്ള ധനസഹായം അദ്ദേഹം കൈമാറി. കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം, നാപ്കിൻ വിതരണം, പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വസ്ത്രവിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയായിരുന്നു 15ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയത്. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി മൊയ്തീൻ കോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി റഹീദ, ട്രഷറർ ബഷീർ, ട്രസ്റ്റ് അംഗങ്ങൾ, ട്രസ്റ്റ് ഭാരവാഹികൾ, പ്രവർത്തകർ, കിടപ്പ് രോഗികളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണെന്ന് ശിവസേന. 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേരളത്തിനു വേണ്ടി ഒന്നും വകയിരുത്താത്തത് ആ മന്ത്രിമാരുടെ പോരായ്മയാണെന്നും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ ഇതുവരെ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാത്ത, ചെയ്തു തരാത്ത സ്ഥിതിയാണ് മുന്നോട്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഞാൻ നടന്ന ബജറ്റിലും കേരളത്തിനുള്ള പൂർണ്ണ അവഗണനയാണ്. ഇതിനു മുന്നത്തെ ബജറ്റിലും കാര്യങ്ങളെല്ലാം കേരളത്തിനൊന്നും തരാത്ത കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ പ്രധാനമന്ത്രി സന്ദർശിച്ചു പോയിട്ട് എത്ര കാലമായിട്ടും കഴിഞ്ഞ ബജറ്റിൽ ചൂരൽമലയ്ക്ക് വേണ്ടി ഒന്നും പ്രഖ്യാപിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ശിവസേന ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഈ കാര്യത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തെയും മലയാളികളെയും പരിഹസിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്രമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ശിവസേന ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഹരിനാരായണൻ, ഷാജി രാഘവ പണിക്കർ, ജിതേന്ദ്രൻ, അരുൺകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ ഇടപെടുന്നില്ലെന്നാരോപിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ BJPയുടെ പ്രതിഷേധം. റവന്യൂ വകുപ്പിൽ അഴിമതി വെച്ചു പൊറുപ്പിക്കില്ലെന്ന് മന്ത്രി K. രാജൻ. സ്വന്തം വീട്ടുമുറ്റം പോലെ ഓരോരുത്തരും തങ്ങളുടെ റോഡിനെ പരിപാലിക്കണമെന്ന് മന്ത്രി AK. ശശീന്ദ്രൻ. ഇടതുപക്ഷ മേലങ്കി അണിഞ്ഞ് നടക്കുന്നവർ ബ്രൂവറിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് KK രമ MLA. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണെന്ന് ശിവസേന. റെയിൽവേ ബജറ്റ് കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.